തൃശൂർ അതിരൂപതയിലെ മുതിർന്ന വൈദികനായ ഫാദർ ജോയ് മൂക്കനച്ചൻ വിട പറഞ്ഞു. അച്ഛൻ്റെ മൃതസംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 നടക്കും. ദൈവമഹത്വവും മനുഷ്യ നന്മയും ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചാൽ വിജയം സുനിശ്ചിതം എന്ന ആപ്തവാക്യവുമായി പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത തൃശൂർ അതിരൂപതയിലെ വൈദികനായ ഫാദർ ജോയ് മൂക്കനച്ചൻ ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് തൻ്റെ 57ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. അതിരൂപത സാമൂഹ്യക്ഷേമ വിഭാഗമായ സാന്ത്വനത്തിൻ്റെ ഡയറക്ടറായിരുന്നു അച്ഛൻ. രോഗബാധിതനായി വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. ഇന്ന് രാവിലെ തൃശൂരിലെ സെന്റ് ജോസഫ് വൈദിക മന്ദിരത്തിൽ അഭിമന്യ ബോസ്കോ പുത്തൂർ പിതാവിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയുണ്ടായിരുന്നു. തുടർന്ന് അച്ഛൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് തൈക്കാട്ടുശ്ശേരിയിലെ സഹോദരന്റെ ഭവനത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ഉച്ചകഴിഞ്ഞ് 2:30 അഭിമന്യമാർ ടോണി നീലങ്കാവൽ പിതാവിന്റെ കാർമ്മികത്വത്തിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ തുടങ്ങുക. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾ ഇടവക ദേവാലയത്തിലേക്ക് ഭൗതിക ശരീരം സംഭവിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ അഭിമന്യ മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടിയുള്ള മൃതസംസ്കാര ശുശ്രൂഷകളുടെ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടും. സമാപന കർമ്മങ്ങൾക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഒല്ലൂർ ഇടവകയിലെ മൂക്കൻ ലീവിസ് കുഞ്ഞില ദമ്പതികളുടെ മകനായി 1967 അച്ഛൻ ജനിച്ചത്. 1993 പട്ടം സ്വീകരിച്ചു. വേലുപ്പാടം ഇടവകയിൽ സഹവികാരിയായി പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു. ചിയാരം സേവനാലയം, ഏങ്ങണ്ടിയൂർ, പെരിങ്ങോട്ടുകര, മുല്ലശ്ശേരി എന്നീ ഇടവകകളിൽ വികാരിയായി സേവനം ചെയ്തു. ചൈതന്യ കൗൺസിലിംഗ് സെന്റർ, അൾത്താർ ബാലസംഘം, ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ഡയറക്ടർ, അതിരൂപത ഫിനാൻസ് ഓഫീസർ, അതിരൂപത സാമൂഹ്യക്ഷേമ വിഭാഗമായ സാന്ത്വനത്തിന്റെ ഡയറക്ടർ എന്നീ നിലകളിൽ നിസ്തുലമായി സേവനമനുഷ്ഠിച്ചു. എൽത്തുരുത്ത് ഇടവകയ്ക്കായുള്ള അതിരൂപത ഡെലിഗേറ്റ്, വൈദിക സമിതി അംഗം, അതിരൂപത അതിർത്തി നിർണായക കമ്മിറ്റി അംഗം, പാസ്റ്ററൽ കൗൺസിൽ അംഗം, അതിരൂപത ആലോചന സമിതി അംഗം എന്നീ തസ്തികകളിലും അദ്ദേഹം തന്റെ പ്രവർത്തന മണ്ഡലത്തെ കർമ്മോത്സുകമാക്കി. പാവപ്പെട്ടവർക്കായുള്ള വേലുപ്പാടം ഇടവകയിലെ സെന്റ് ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ചിയാരം സേവനാലയം പള്ളി, ഫാദർ വടക്കൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ, ചിയാരം സേവനാലയം ഇടവകയുടെ സ്ഥാപനം, ഏങ്ങണ്ടിയൂർ പള്ളി നവീകരണം, ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം, ഫാദർ പോൾ ചിറ്റിലപ്പള്ളി മെമ്മോറിയൽ സ്കൂൾ ആരംഭം, ഏങ്ങണ്ടിയൂരിൽ സോഷ്യൽ ആക്ഷൻ ഫോറം ആരംഭം, പെരിങ്ങോട്ടുകര പള്ളി വൈദിക മന്ദിര നവീകരണം, മുല്ലശ്ശേരി പള്ളി വൈദിക മന്ദിര നവീകരണം, മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് CBSE സ്കൂളിന്റെ സ്ഥാപനം, ആർച്ച് ബിഷപ്പ് ഹൗസിലെ കെട്ടിട നവീകരണം, DBCLC പുനരുദ്ധാരണം തുടങ്ങിയവയെല്ലാം ഫാദർ ജോയ് മൂക്കനച്ചന്റെ ശ്രദ്ധേയമായ സേവനങ്ങളിൽ പെടുന്നു. ഗാനരചയിതാവ് കൂടിയായിരുന്നു അച്ഛൻ. നിരവധി ഭക്തിഗാന കാസറ്റുകളും പുറത്തിറക്കിയിട്ടുണ്ട്. ബേബി, ജെസ്സി, സിസ്റ്റർ ലത ലൂവിസ് FCC, ജോസ്, ജോണി, സിസ്റ്റർ നിത്യ ലൂവിസ് FCC, ലിനി എന്നിവരാണ് സഹോദരങ്ങൾ. നമ്മിൽ നിന്നും വേർപിരിഞ്ഞ പ്രിയ വൈദികന് ആദരാഞ്ജലികൾ.